അപ്പൊ ഇന്നിവിടെ നമ്മുടെ ഈ ചിത്രകലാ ലേണിംഗ് ക്ലാസ്സിൽ ഒരു സീനറി വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഈ സീനറി വരയ്ക്കുന്നത് കാണാൻ ആഗ്രഹമുള്ള എല്ലാവരെയും ഈ ചിത്രകലാ ലേണിംഗ് ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം എന്നാ പറഞ്ഞാൽ തന്നെ നല്ല മനോഹരമായ ഒരു സീനറി ഇവിടെ വരയ്ക്കാമെന്നും കരുതിക്കാണ്ട് ഞാൻ നമ്മളെ സ്റ്റുഡിയോയിൽ സീനറി വരയ്ക്കാനുള്ള പരിപാടികളൊക്കെ കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അത് വരയ്ക്കാൻ തുടങ്ങിയതിൻ്റെ രംഗങ്ങളാണ് ഇപ്പം ഈ കാണുന്നത്. ഒരു മനോഹരമായ സീനറി വരയ്ക്കണത് അതൊന്ന് നോക്കി പഠിക്കണം എന്ന് താല്പര്യമുള്ള ആളുകളെയും ഈ സീനറി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ താല്പര്യമുള്ള ആളുകളെയും ഈ ഒരു കൊച്ചു വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതിനും അത് ആസ്വദിക്കുന്നതിനും വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചിത്രം വരയ്ക്കുകയാണെന്ന് വെച്ചാലും ഒരു ശില്പം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലൊക്കെ അതിൻ്റെ പൂർണ്ണ രൂപം നമ്മൾ മനസ്സിൽ ആദ്യം ഒന്ന് കൊത്തിവെക്കണം. ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചുമരുമ്മ ഈ ചിത്രം വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കാരണം അതിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് ഇങ്ങനെ അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ കാരണം മിക്ക ചിത്രകാരന്മാരെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ആദ്യം മനസ്സിലാദ്യം പോലെ വരച്ച് വെച്ചിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെ അടുത്തൊരു കല്ലോ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വെറും കല്ലും മരക്കഷ്ണം ഒക്കെയാണ്. കാരണം നമ്മൾ ആ മരക്കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് കൊത്തി കീറിക്കാണ്ട് വിറകാക്കാൻ പറ്റുമോ നോക്കും. അതല്ല കൊത്തി കീറാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന മരമാണെന്ന് വെച്ചാൽ ഫർണിച്ചർ ഐറ്റംസുകളോ അല്ലെങ്കിൽ വീടിന് ജനല കട്ടില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് കാരണം നമ്മൾ നോക്കുക. അതല്ല ഒരു കല്ലാണ് വെച്ചാൽ അതായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുമോ, വല്ല പടവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും മതിൽമ ചാരി വെക്കാൻ പറ്റുന്ന സൈസാണ് വെച്ചാൽ ആണ്ടുകൊണ്ട് വെക്കുക. അങ്ങനെയൊക്കെയാണ് കാരണം നമ്മൾ ചെയ്യുക. അന്നേരത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഒരു ശില്പിൻ്റെ മുന്നിലാണ് പെട്ടിക്കണെന്ന് വെച്ചാൽ മൂപ്പര് അയിമ ആദ്യം നല്ലൊരു ശില്പത്തിൻ്റെ കോലം ആണ് കാരണം കണ്ടിട്ടുണ്ടാവുക. മൂപ്പരിന്നിട്ട് അതുകൊണ്ട് നല്ലൊരു ശില്പം ഉണ്ടാക്കിയിട്ട് അവിടെ കാണിച്ചു തരികയാണ് ചെയ്യുക. എന്നാൽ തന്നെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോണ പരിപാടി എന്നുള്ളത് മനസ്സിൽ ആദ്യം നിങ്ങൾ കണ്ടുവച്ചോണ്ടി. എന്നിട്ട് പിന്നെ നിങ്ങളെ മനസ്സിൽ കണ്ടുവച്ച ആ സംഗതി ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് പിന്നെ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു ചിത്രം വരയ്ക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ വീടിനൊക്കെ പെയിൻ്റ് അടിക്കാനും ഉപയോഗിക്കുന്ന വാട്ടർ കളർ എമൽഷനുകളാണ്. ഈ എമൽഷൻ്റെ കൂടെ ചില കളറിൻ്റെ ഒക്കെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് അക്രിലിക് ട്യൂബ് പെയിൻറ്റും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. വീടിനൊക്കെ പെയിൻ്റ് അടിക്കാൻ പറ്റിയ എമൽഷനുകളിൽ കുറച്ച് നല്ല ഐറ്റംസുകളെ വാങ്ങാൻ പാടുള്ളൂ. അത് ഈ കളർ ബാങ്കൊക്കെ ഉള്ള ഏത് പെയിൻറ് കടയിൽ പോയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളൊക്കെ വാങ്ങാൻ കിട്ടും. അക്രിലിക് ട്യൂബ് പെയിൻറ്റുകൾ ചില ബുക്ക് സ്റ്റാളുകളിൽ അല്ലെങ്കിൽ ഈ ചിത്രകലാ മെറ്റീരിയൽസൊക്കെ വിൽക്കണ അങ്ങനത്തെ കടകളിലൊക്കെയാണ് വാങ്ങാൻ കിട്ടുള്ളൂ. ഈ എമൽഷൻ പെയിൻറ്റുകളും അക്രിലിക് ട്യൂബ് കളറുകളൊക്കെ വെള്ളം ചേർത്ത് കണ്ട് ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ടൊക്കെ പണിയെടുത്ത പണിയായുധങ്ങളും ഈ പെയിൻ്റ് അടിച്ച ബ്രഷുകളൊക്കെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കണ്ട് നല്ല കഴുകി വൃത്തിയാക്കാനും പറ്റും. ഞാനിപ്പോൾ ഈ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇപ്പോൾ കണ്ടപ്പോൾ ശ്രദ്ധയില്ലാതെ പോയിക്കണമെങ്കിൽ ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. വെള്ള കളറ് പെയിൻ്റ് എടുത്തിട്ട് അതിക്ക് കുറച്ച് നീല ഒറ്റിച്ച് കണ്ട് ലൈറ്റ് നീലാക്കി കണ്ട് എന്ത് ചെയ്ത് അത് രണ്ട് ഭാഗത്തും ആദ്യം നന്നായി കൊടുത്ത് നല്ല കുറച്ച് നന്നായിട്ട് തന്നെ കൊടുത്ത് എന്നിട്ട് പിന്നെ നീല കളറിൽ വേറൊരു ബ്രഷ് ചെറുതായിട്ട് മുക്കിക്കാണ്ട് അത് രണ്ട് മൂലക്കലൊന്നിട്ട് കൊടുത്തുകാണ്ട് അത് ആ ലൈറ്റ് കളർ ആദ്യം അടിച്ചിരുന്ന ആ ബ്രഷ് എടുത്ത് കണ്ടിട്ട് നല്ലെന്നാണ്ട് ലയിപ്പിച്ച് കൊടുത്ത് എന്നിട്ട് പിന്നെന്ത് ചെയ്ത് മഞ്ഞ കളർ പെയിൻറ്റ് കുറച്ചടിച്ച് പിന്നെ ആ മഞ്ഞ ബ്രഷ് ആ കറുപ്പിലൊന്ന് മുക്കിയത് തരുന്നത് ഒരു ചെറിയ കറുപ്പിന് വേണ്ടിയിട്ട് ആ മുക്കൽ കുറച്ച് ഏറിയിങ്ങനെ അത്ര തന്നെ വേണ്ടിയിരുന്നില്ല. ഏതാണ് സാറില്ല അങ്ങനെ ലയിപ്പിച്ചെടുക്കുക. അങ്ങനെ ലയിപ്പിച്ചെടുത്തുകാണ്ട് എന്ത് ചെയ്തു ആ ആദ്യത്തെ ആ നീല ഉള്ള ആ ബ്രഷ് കൊണ്ടോ കൂടി ഇങ്ങനെ ലയിപ്പിച്ചെടുത്തുകാണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഇപ്പോൾ അതിന് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ ലയിപ്പിച്ച് കൊടുത്ത് ആ വെള്ള ഇത് ഒരു ചെറിയ മഞ്ഞപ്പുള്ളൊരു ഈ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ ഒരു ആകാശത്തിൻ്റെ ഒരു രീതിയിലാണ് ആ കൊടുത്തിരുന്നത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഒരു ആകാശം വരുന്ന ഒരു കോലം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ മേൽഭാഗത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ചിത്രം എന്ത് വരയ്ക്കുകയാണെന്ന് വെച്ചാലും മേൽഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടിട്ട്. അത് തന്നെ തുടങ്ങേണ്ടത് മേൽഭാഗത്തു നിന്നാണ്. ഇനിയിപ്പോൾ അഥവാ പെയിൻറ്റ് ഉറ്റുകയാണെന്ന് വെച്ചാൽ പിന്നെ ലാസ്റ്റിക്ക് വരുമ്പോൾ എന്താവും മറ്റേത് ആദ്യം തന്നെ അടിയിൽ നിന്നാണ് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മേലിൽ നിന്ന് പെയിൻ്റ് അടിക്കണതിൻ്റെ ഇടയിൽ കൂടി ഉറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്തോ കൂടി ആകെ പ്രശ്നമാവും. അപ്പോൾ ആ പ്രശ്നത്തിന് ആദ്യം തന്നെ നിൽക്കണ്ട. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ആദ്യം മേലിൽ തന്നെ തുടങ്ങുക. അപ്പോൾ ഞാൻ ചെയ്താൽ തന്നെ ഇപ്പോൾ ഒരു ആകാശം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരാകാശത്തിൻ്റെ ഏറെക്കുറെ ഏകദേശം ഇപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇപ്പോൾ കുറച്ച് നീലങ്ങനെ കൊടുത്ത് അങ്ങനെ ഇതാണ് ചെയ്തത്. കുറച്ച് സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ബ്ലാക്ക് കുറച്ച് കൊടുക്കേണ്ടി ഉണ്ടായിരുന്നുള്ളത് അത് കുറച്ച് ഏറിയിക്കണ്. അതിനിപ്പോൾ ലയിപ്പിച്ച് ശരിയാക്കിയിരിക്കണേ ഞാൻ. എന്നിട്ട് പിന്നെ അതിൻ്റെ താഴെ പിന്നെ എന്ത് ചെയ്തു ഒരു മലൻ്റെ ഒരു ആകൃതിക്ക് വേണ്ടിയിട്ട്
കുറച്ച് കൂടെ നീല ആ പെയിൻ്റ് ഒരു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതിൽ കുറച്ചും കൂടെ നീല ചേർത്തുകാണ്ട് എന്ത് ചെയ്തു, ഒന്നും കൂടി ഉണ്ട് ഡാർക്കാക്കി. എന്നിട്ട് ആ ഒരു നീല കളറിലുള്ളൊരു മല ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഒരു മലൻ്റെ പോലെ നീല അയച്ചിട്ട് കുഴപ്പമില്ല. ഈ സീനറികളിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ചിലപ്പം പല കളറുകളും ആവും, അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല. നീല കളറ് മല അയച്ചിട്ടൊന്നും പ്രശ്നമില്ല. ആ മല കാണുമ്പോൾ ഒരു നീലയാണോ പച്ചയാണോ എന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല. ചില സമയത്തിനനുസരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ ഇതിനനുസരിച്ചൊക്കെ മലകളുടെ കളറിനൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ അങ്ങനെ അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ആ മല വരച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്കാക്കിയിട്ടും കുറച്ച് ഭാഗത്ത് ഒന്ന് വൈറ്റിൽ ബ്രഷ് മുക്കിക്കാണ്ട് ഒന്നിങ്ങനെ ഇതാക്കിക്കാണ്ട് കൂടി കൊടുത്തുകാണ്ട് അതെന്ത് ചെയ്തു, അത് ഒരു ഏകദേശം ഒരു മല കാണുന്ന പോലെ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത്. സൂര്യപ്രകാശം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സൂര്യപ്രകാശം തട്ടുന്ന പല ഭാഗങ്ങളും പല കളറുമാണ് ഇക്കാര്യം. അപ്പോൾ ഇത് രാത്രി ആണ് കാണുന്ന വെച്ചാലാണ് ഇത് മല ഒക്കെ കൂടി ഒരേ കളറാവുക. പകൽ കാണുമ്പോൾ സൂര്യപ്രകാശം നല്ല തട്ടുന്ന ഭാഗം ഒരു വെള്ളപ്പ് മോഡലായിട്ടും അല്ലെങ്കിൽ മഞ്ഞുള്ള നേരാണ് വെച്ചാൽ കുറച്ച് വെള്ളപ്പുള്ള ഭാഗമായിട്ടും അങ്ങനെ കൂടിയാണ് കാണുക. പിന്നെ എന്നിട്ട് ആ മലൻ്റെ കുറച്ച് താഴായിട്ട് ഒരു പൊന്തക്കാടൊക്കെ കൂടി ഇങ്ങനെ പൊന്തിക്കണ രീതി തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കറുപ്പ് പെയിൻറ്റിൽ പച്ചയും ചേർത്ത് കണ്ട് അത് അങ്ങനെ കൊടുത്തിതാക്കിയതാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ താഴെ നമ്മൾ കൊടുക്കാൻ പോണത് പിന്നെ വെള്ള കളറല്ല, വെള്ളം ഉറ്റി വീണ് വെള്ളം ഒലിച്ചിറങ്ങണ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു രീതി വരാൻ വേണ്ടിയിട്ട് ചില ഭാഗത്ത് ഒരു കുന്നിൻ്റെ മേലെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുമ്പോൾ ചില ഭാഗത്ത് കൂടി വെള്ളം ഇങ്ങോട്ട് ചാടൂലല്ലോ, ആ ചാടാത്ത ഭാഗം കുന്നായിട്ട് തന്നെ കണ്ടും ചെയ്തോട്ടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അതും ചെയ്തിട്ടുള്ളത് കറുപ്പ് പെയിൻറ്റും അതിൽ കൂടി കുറച്ച് പച്ചയും കൂട്ടിക്കാണ്ട് അതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും കൂടിയും. എന്നിട്ട് പിന്നെ ഒരു പൊന്തക്കാട് നിൽക്കണ ചെറിയ തോന്നലിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചയിൽ കുറച്ച് മഞ്ഞ ചേർത്ത് കണ്ടത് ഇത് ബ്രഷ് കൊണ്ടൊന്ന് വരുതി ഇതാക്കി. എന്നിട്ട് പിന്നെ ഈ വെള്ളച്ചാട്ടം ഇല്ലാത്ത ഭാഗത്ത് കാണുമ്പോൾ അതും ഈ കറുപ്പും കറുപ്പും പച്ചയും കൂടി ചേർത്ത് കാണ്ട് അതിങ്ങനെ ബ്രഷ് കൊണ്ട് മിക്സ് ചെയ്താണ് ചെയ്തത്. എന്നിട്ട് പിന്നെ പിന്നെയാണ് വെള്ള കുറച്ചും കൂടി ചേർത്ത് കാണ്ട് പൊന്തക്കാടിൻ്റെ പല ഭാഗത്തേക്കും സൂര്യപ്രകാശം തട്ടുമ്പോൾ പല കളറിലുള്ള വെള്ളമൊക്കെയാണ് നമ്മൾ കാണുക. ആ കളറിൻ്റെ രീതിയിലാണ് പിന്നെ കൊടുത്തത്. പൊന്തക്കാട് ഒക്കെ വരക്കുമ്പോൾ ഇതേമാതിരി തന്നെ നേരത്തെ മലൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ സൂര്യപ്രകാശം തട്ടുന്ന ഏരിയയിൽ വേറെ പ്രത്യേക കളർ വേറെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ള പച്ചയിൽ ചേർത്ത് കാണ്ട് കൂടി മിക്സാക്കി അതിങ്ങനെ ബ്രഷ് കൊണ്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുക. ഈ പൊന്തക്കാടുകളൊക്കെ വരക്കുമ്പോൾ പല കളറിൻ്റെ ഒരു ഇത് തോന്നിക്കണമെങ്കിൽ ബ്രഷ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിട്ടാണ്. അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ബ്രഷ് പെയിൻ്റ് അടിക്കണ മാതിരി അടിക്കണ്ട, അങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ പല കളറായിട്ടും വരും. ആ ബ്രഷ് ഞാനിപ്പോൾ എടുത്തുള്ളത് അരഞ്ച് ബ്രഷാണ് ഇതിന് വേണ്ടി എടുത്തുള്ളത്. ഈ അരഞ്ച് ബ്രഷ് അഡ്വൈസുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ അരഞ്ച് ബ്രഷ് ഒരു പച്ചയിലൊന്ന് മുക്കും, പിന്നെ ചെറുതായിട്ടൊന്ന് വലിയ അമർത്തി കാണ്ട് മുക്കും ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് മഞ്ഞ കളറിൽ മുക്കുക. അങ്ങനെ ഏത് കളറാണ് നമുക്ക് വേണ്ടി വെച്ചാൽ ആ കളറിലൊക്കെ ചെറുതായിട്ട് മുക്കിക്കാണ്ട് ബ്രഷ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പൊന്തക്കാടിൻ്റെ ഒരു ലുക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അത് ലയിപ്പിക്കാനൊക്കെ അങ്ങനെ ലയിപ്പിക്കുമ്പോൾ പിന്നെ വെച്ച് വരുതന്നെ വേണം, ബ്രഷ് വെച്ച് കണ്ട് ഇങ്ങനെ വരുതണം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അരു വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് കൊടുക്കുക. എന്നാൽ ഈ പൊന്തക്കാടുകളിൽ തന്നെ അടിഭാഗം വരുന്നിടത്ത് കുറച്ച് ഡാർക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് പിന്നെ ബാക്കിയുള്ളയിടത്തൊക്കെ ഇങ്ങനെ അതിനനുസരിച്ച് ഓരോ കളറിൽ ഇതാക്കിക്കാണ്ട് മിക്സ് ആക്കിയിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് വേണ്ടത്. ബ്രഷ് ഇത് അടിച്ചിതാക്കണ്ട. ഇപ്പോൾ ഒരു സാധനത്തിന് നമ്മൾ പെയിൻ്റ് അടിക്കണ മാതിരി അടിക്കണ്ട, ഇങ്ങനെ കുത്തിയാൽ മതി. അങ്ങനെ പല കളറിലും ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പല കളറുകളായ കുറച്ച് അതൊക്കെ പെയിൻ്റ് ആക്കണ ഈ ബ്രഷുമ്പോൾ പെയിൻ്റ് ആക്കണത് ബ്രഷ് പെയിൻറ്റ് പാത്രത്തിൽ മുക്കണതൊക്കെ വളരെ കുറച്ചീച്ച പാടുള്ളൂ. വളരെ കുറച്ചീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് പാത്രത്തിൽ ഒരുപാട് ഇട്ടാണ് മുക്കാൻ പാടില്ല. ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് കുറച്ച് പാത്രത്തേക്കല്ല വല്ല പെയിൻറ്റിൻ്റെ ആൾക്കിൻ്റെ ടോപ്പുമൊക്കെ പിന്നെ ഞാനെടുത്തുള്ള ഇപ്പം എല്ലാം കൂടി കാണിക്കാനുള്ള സമയം തന്നെ ഇപ്പോൾ ഒരുപാട് കുറച്ച് സമയമാവും.
ഈ വീഡിയോ തന്നെ. അതായത് അപ്പോൾ ആൾക്ക് കൂടി കാണിക്കാൻ ആവില്ല. പിന്നെ എന്തെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോൾ കാണിക്കുക, അത്ര ലോങ്ങില്ലാത്തൊരു വീഡിയോ വരുമ്പോൾ കാണിക്കുക എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഒന്നും കാണിക്കാത്തത്. ഞാനിപ്പോൾ 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് പാത്രത്തിൻ്റെ ഒരു മൂടി എടുത്ത് കണ്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് പെയിൻറ്റുകൾ ഇങ്ങനെ ഒഴിച്ച് ആ പെയിൻറ്റിൽ ഇങ്ങനെ ബ്രഷ് കുത്തിയെടുത്ത് കണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പാത്രത്തിൽ ഒന്നിച്ചിട്ട് മുക്കിയാൽ നേരത്തെ ഞാൻ ഫസ്റ്റിൽ അത് കൊടുത്ത് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആകാശത്തിൻ്റെ ആ ഭാഗത്ത് ഒരു കറുപ്പ് കുറച്ച് കൊടുത്ത്, അപ്പോൾ അത് ഒരുപാട് ഏറിയില്ല. അത് ഞാൻ ആ ബ്രഷിൻ്റെ പാത്രത്തിലിട്ട് മുക്കിയതാണ്. അങ്ങനെ മുക്കുമ്പോഴാണ് അത് ഏറുക. അങ്ങനാണ്ട് ഏറിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്താൽ അങ്ങനെ ഏറുന്ന കുളത്തിൽ മുക്കണ്ട. ഇനിയിപ്പോൾ പെയിൻറ്റ് പാത്രത്തിൻ്റെ മൂടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരന്ന സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് കാണാണ്ട് പോന്നാൽ മതി അടുക്കളയിൽ നിന്ന്. അമ്മ അല്ലെങ്കിൽ ഉമ്മ ആരാ പെങ്ങന്മാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും കണ്ടാൽ സമ്മതിക്കില്ല. അയാൾക്ക് അവിടെ പെയിൻ്റ് ആക്കാൻ വേണ്ടി പാത്രം കൊണ്ടുവന്നേക്കും. ഇത് ഈ വാട്ടർ കളർ പെയിൻ്റ് ആയതുകൊണ്ട് വെള്ളം കൊണ്ട് നല്ല കഴുകുകയാണെന്ന് വെച്ചാൽ പാത്രത്തിൽ നല്ല വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ പോയി കിട്ടും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ നിന്ന് പാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അടുക്കളയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലോട് പറയണ്ട. പിന്നെ ഈ ചിത്രം വരക്കാനുള്ള ഇൻട്രസ്റ്റാണ് പോയി കിട്ടും. വെള്ളച്ചാട്ടത്തിന് കൊടുക്കുന്ന കളർ വെള്ള കളർ തന്നെ ആയിക്കോട്ടെ, അതാണ് നന്നാവുക. വെള്ളത്തിൻ്റെ താഴ്ഭാഗത്ത് എന്നായി വെള്ളം ചാടുന്ന ചില ഭാഗങ്ങളിലൊക്കെ പൊന്തക്കാട് ഇതൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ അതിനനുസരിച്ച് ഏതാണ് പൊന്തക്കാട് വെച്ചാൽ പൊന്തക്കാട് ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആ പൊന്തക്കാടിൻ്റെ ആ ഭാഗം വരുന്ന ഭാഗത്തേക്കൊക്കെ വളരെ ആ കളറ് പച്ചയാണ് വെച്ചാൽ പച്ച വളരെ കുറച്ച് പറഞ്ഞാൽ ഏറ്റവും കുറവ് അളവിൽ അത് ചേർത്തോണ്ട്. എന്നാൽ ഈ നീല കളറ് ചില ഈ അടിയിൽ ചാടി വരുന്ന ഭാഗത്തൊക്കെ ഒരല്പം നീല, അതും വളരെ കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലുക്ക് ശരിക്കും കിട്ടും. ഉഷാറായിട്ട് ഒരു വെള്ളച്ചാട്ടം ചാടനായാൽ തന്നെ അങ്ങനെ തോന്നും. ചില ഭാഗത്ത് വെള്ളം ചാടിക്കാണ്ട് ഇതാകണ പോലെ അങ്ങനെ ഒരു കുന്നിൻ്റെ മേലിൽ നിന്ന് ചാടണ കോലത്തിൻ്റെ ആ രീതിയിലാണ് വെള്ളച്ചാട്ടം വരേണ്ടത്. എന്നാലേ വെള്ളച്ചാട്ടത്തിനും തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റേതായ ഒരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക. വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് തന്നെ ഒരു മേൽഭാഗത്ത് ചാടുന്ന ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നീല കളറൊക്കെ ചേർത്ത് ഒരു വളരെ കുറച്ച് ആക്കുന്ന ചെയ്ത് ലെവലാക്കി എടുക്കുമ്പോൾ വെള്ളം ചാടനായിട്ട് തന്നെ ഇങ്ങനെ തോന്നും. ഏതോ ഒരു കുന്നിൻ്റെ മേളിൽ നിന്നൊക്കെ വെള്ളം ചാടനായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വളരെ കുറച്ച് നീല കളറ്, ഞാൻ ഒരു പച്ച ആയാലും കുഴപ്പമൊന്നുമില്ല. പച്ച സൈഡിലൊക്കെ പച്ച ചെടികൾ പൊന്തക്കാടൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വളരെ പച്ചയായിട്ട് കൊടുക്കണേനും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം എന്ത് കൊടുക്കുകയാണെന്ന് വെച്ചാലും വളരെ കുറഞ്ഞ അളവിലുള്ള കളറിൽ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ട് സൈഡിലും ഈ പച്ച പൊന്തച്ചെടികളൊക്കെ കൂടെ കയറി നിൽക്കണ ഏരിയയൊക്കെയാണ് ഈ സീനറിയിൽ കൊടുത്തിട്ടുള്ളത്. പല സീനറികളിലും പല കോലത്തിലുള്ളതാണ് ഈ കാരണം. അപ്പോൾ ഏത് സീനറിയാണ് കൊടുക്കണത്, എങ്ങനെയൊക്കെയാണ് പൊന്തക്കാടുകൾ കൊടുക്കണത്, നമ്മളെ ഓരോരുത്തർ മനസ്സിന് ഇഷ്ടത്തിനനുസരിച്ചാണ് കൊടുക്കുക. ഭംഗിയൊക്കെ ഉദ്ദേശിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെയാണ് കണ്ണുകൊണ്ട് കണ്ടിക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു ഭംഗി ഉദ്ദേശിക്കുമ്പോൾ അതിനുള്ള ഒരു കോലത്തിലാണ് ചെയ്യുക. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ച രണ്ട് സൈഡിലും പൊന്തക്കാടുകൾ തൂങ്ങിക്കണായിരിക്കും കൂടി ഉള്ളൊരു ഇതായിട്ടാണ് കൊടുത്തുള്ളത്. അതേമാതിരി നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ കോലത്തിൽ ചെയ്താൽ മതി. ഈ പൊന്തക്കാടുകൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബ്രഷ് ഇങ്ങനെ കുത്തി പല കളറിലും ഇങ്ങനെ ഒരു അല്പം ഇങ്ങനെ പല കളറിലും കുത്തി കൊടുക്കുക. പിന്നെ വെള്ളം ചാടി വന്നിട്ട് പിന്നെ ഉണ്ടല്ലോ ഒരു ലാൻഡിങ് വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് ഒരല്പം ലൈറ്റ് പച്ച കളറിൽ പൊടിക്ക് പച്ച അല്ലെങ്കിൽ നീല ഏതാണ് ആ ഒരു രംഗത്തിനോട് ഒരു കൂടുതൽ ഭംഗി തോന്നുക വെച്ചാൽ ആ കളറിലായിട്ടാണ് ആ വെള്ളം ചാടി വരുന്ന ആ ലാൻഡിങ്ങിനായിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായി ലയിപ്പിച്ച് കൊടുക്കുക. അത് അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു കുന്നൊക്കെ ഉള്ള മാതിരി എന്നായി ആ ലാൻഡിങ്ങിൻ്റെ അവിടുന്ന് പിന്നെ ഒരു ചെറിയ ചാട്ടമാണ് വേറെ കൊടുക്കുക. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ലാൻഡിങ്, അതായത് ആ വെള്ളം കെട്ടി നിൽക്കണ അതിലൊക്കെ തോന്നിക്കണ ആ ഭാഗത്തു നിന്ന് അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വേറെ വെള്ളച്ചാട്ടം ചെറുതായിട്ട് ചാടിക്കണ മാതിരി തോന്നിക്കുകയാണ് വെച്ചാൽ കുഴപ്പമില്ല. അതല്ല അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ച് പൊന്തക്കാടൊക്കെ കെട്ടിക്കണായി ഇങ്ങനെയായിട്ട് ഓരോ ചെറിയ പൊന്തൊക്കെ ഉണ്ടാവുമല്ലോ, അതേമാതിരിയാണ് ചെയ്യണമെന്ന് വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നണത് അതിനനുസരിച്ച്
അത് ചെയ്യാൻ പറ്റും. വെള്ളച്ചാട്ടമാണ് വരക്കണമെന്ന് എത്തിക്കാണ്ട് കൂടെ വെള്ളം കരുതാതിരിക്കണ്ട. ഈ പെയിൻ്റ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവും, അതിൽ ഉപയോഗിക്കാനും വേണമെങ്കിൽ വെള്ളം ഉണ്ടായിക്കോട്ടെ. കുടിക്കണ കാര്യത്തിൽ തീരെ അമാന്തം കാണിക്കണ്ട. ഈ ചൂട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ചൂടിനേക്കാളും ചൂടാണ്. ഓസാമ്പാളിക്കൊക്കെ പണ്ട് വിള്ളലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓസാമ്പാളിക്കാരെ ഓട്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. ആ ചൂടാണ്. അപ്പോൾ ചൂടിന് വെള്ളം കൂടെ ഉണ്ടായിക്കോട്ടെ, കുടിവെള്ളം എങ്ങനെ ആയാലും ഉണ്ടായിക്കോട്ടെ. പെയിൻറ്റിൽ ഉപയോഗിക്കാനായി വേറെ വെള്ളം, കുടിവെള്ളം അല്ലെങ്കിൽ കുടിവെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതി. അത് കുറച്ച് ഇടക്കിടക്കുന്നുണ്ട് കുറ്റിക്കേണ്ടി വരും, അതും ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ആ വെള്ളച്ചാട്ടങ്ങൾ വന്ന് ചാടിയോടത്തുള്ള ആ ലാൻഡിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി പരന്നൊഴുകി ആ രംഗമാണ് പിന്നെ ഞാൻ വരയ്ക്കേണ്ടത്. അത് ആ ഫസ്റ്റിലെ ലാൻഡിങ് അത് കഴിഞ്ഞ് പിന്നെ ആ പരന്നൊഴുകണത് അതിലേറെ കുറച്ചും കൂടി ഒന്നിട്ട് ലൈറ്റ് കളറായിട്ട് കൊടുത്താൽ മതി. ഒന്നും കൂടി ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് അതിൽ കുറച്ച് മഞ്ഞപ്പൊക്കെ ഒന്നുകൊണ്ട് ചേർത്ത് പിന്നെ ഈ അതിൻ്റെ അപ്പുറത്ത് പൊന്തക്കാടും ഇതൊക്കെ കൂടി വരുമ്പോൾ ആ അതിനൊരു ഭംഗി വരും. ആ മഞ്ഞ കളർ അതൊക്കെ വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. പിന്നെ എന്നിട്ട് അതിൻ്റെ താഴെ പിന്നെ പൊന്തക്കാടുകൾ വരാൻ വേണ്ടിയിട്ട്, പൊന്തക്കാട് കൊടുക്കാനുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പച്ച കളറിൽ കുറച്ച് ബ്ലാക്കും കൂടെ ചേർത്ത് അങ്ങനെയാണ് പിന്നെ അത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പല ഭാഗങ്ങളിലും പൊന്തക്കാട് വരുന്ന അതിനനുസരിച്ച് പല ലൈറ്റ് കളറിലായിട്ടും പൊന്തക്കാടിൻ്റെയൊക്കെ ഏറ്റവും അടിഭാഗങ്ങൾ വരുന്നിടത്ത് എപ്പോഴും കുറച്ച് ഈ പച്ചയിൽ കുറച്ച് ബ്ലാക്ക് ഇട്ട് ചേർത്തോണ്ടി. പച്ചയും കറുപ്പും കൂടി ആകുമ്പോൾ ഒരു ഡാർക്ക് പച്ച ഇടായി കിട്ടും ചെയ്യും. അപ്പോൾ അത് പൊന്തക്കാടിൻ്റെ താഴ്ഭാഗത്തുണ്ടാവുള്ള ഒരു ഇരുട്ടായിട്ട് ഇങ്ങനെ തോന്നിക്കണം. അതിന് അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ആ പച്ചയിൽ കറുപ്പ് കൊടുത്തുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ മേലെ പൊന്തക്കാടിന് കൊടുത്താൽ തന്നെ കളറ് പല കളറുള്ള ഈ ബ്രഷ് ഒന്ന് പതുക്കെ കുത്തട്ട മുക്കല്ല, അങ്ങനെ കുത്തിക്കാണ്ട് ഇങ്ങനെ ബ്രഷ് ഈ നമ്മൾ സീനറി വരക്കണ അയിമലും കുത്തുക. അപ്പോൾ കുറേ ചെറിയ കറുപ്പിൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ ബ്രഷ് ഒന്ന് കഴുകിക്കൊണ്ട്, അല്ലെങ്കിൽ ആ കറുപ്പ് ദിമുക്ക് വല്ലാതെ ഇതായിക്കൊണ്ടിരിക്കും. പിന്നെ പച്ച ആ നീലൊക്കെ ബ്രഷ് ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ആ ചെടികൾക്കൊരു ഭംഗി വരുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് നീല കൊടുക്കണതിന് കുഴപ്പമില്ല. മഞ്ഞ, പച്ച, വെള്ള, ഇടക്ക് പൂവിൻ്റെ കാര്യമൊക്കെ ഒന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചുവപ്പ് കൊടുക്കുക, അതിനും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ കൊടുക്കുക. ഈ കറുപ്പ് എപ്പോഴെങ്കിലും എടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ കറുപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രഷ് ഒന്ന് കഴുകേണ്ട എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ എന്താ ഒന്നര ഇതിലിപ്പോൾ ഞാൻ ബ്രഷ് കഴുകണുണ്ട്, ബ്രഷ് പെയിൻറ്റ് ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് പാത്രത്തിൽ മുക്കണമൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാനുള്ളൊരു പ്രയാസം കൊണ്ടാണ്. അപ്പോൾ ലോങ് ആവും വീഡിയോ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അതൊക്കെ കൂടി കാണിച്ച് വരുമ്പോഴത്തേനാകെ പ്രശ്നമാവും. ഒരുപാട് ലോങ് വീഡിയോ അത്രയും നേരം കണ്ടിരിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് പല ജാതി പരിപാടികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറ്റില്ല. എന്നാലിപ്പോൾ ഇത് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലൊന്ന് കണ്ട് പഠിച്ചോട്ടെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും കാണിക്കേണ്ടത്. ഈ പൊന്തക്കാട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ ബ്രഷ് ലൈറ്റ് കളർ പെയിൻറ്റൊക്കെ ആവണ നേരത്ത് എവിടെയെങ്കിലും പെയിൻറ്റ് കമ്മി ഉണ്ടെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് കൊടുക്കാം. ഒന്ന് കൂടി രസം തോന്നിക്കുന്നൊക്കെ തോന്നുകയാണെന്ന് വെച്ചാൽ അവിടെ ഒന്നും കൂടി കൊടുക്കണേനും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഈ പൊന്തക്കാടിൻ്റെ ഇടയിൽ വ്യത്യസ്ത കളറുകളിലായിട്ടൊന്നും കൂടി ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ചുവപ്പ് കൊടുക്കണേണ്ടില്ല. അതേമാതിരി ചുവപ്പ് കളറിൽ ആ ചുവപ്പിൻ്റെ കൂടെ അതിനും വേണം ഒരല്പം ഈ താഴെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്തേക്കൊക്കെ ഒരു കുറച്ച് കറുപ്പ് കൊടുക്കുക, മറ്റുള്ള ഭാഗത്തേക്ക് ഒരു കുറച്ച് മഞ്ഞായിട്ട് കൊടുക്കുക. അങ്ങനെ ഒരൊറ്റ കളർ മാത്രമായിട്ട് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടൂല. പല കളറിലായിട്ട് മിക്സാക്കി കൊടുക്കുക. അതും ഒക്കെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാലും ഈ പൊന്തക്കാടുകൾ ചെടി ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചാലൊക്കെ ബ്രഷ് കുത്തി മാത്രം കൊടുക്കാൻ പാടുള്ളൂ. ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിക്കണ മാതിരി അടിക്കുകയോ ചെയ്യരുത്. അതൊരു കാരണവശാലും അടിക്കരുത്. ഇങ്ങനെ അങ്ങനെ കുത്തുക. അപ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ചെടി
ഒരു മരത്തിൻ്റെ മാതിരി ഒന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു മരം കൂടെ ഉണ്ടായിക്കൊണ്ടിട്ട് എഴുതിക്കൊണ്ട് ആദ്യം മരത്തിൻ്റെ തണ്ട് വരയ്ക്കണം. മരത്തിൻ്റെ തണ്ട് ആദ്യം നിന്ന് വരച്ച് ഒരു ഫുള്ളായിട്ട് വരയ്ക്കല്ല, തൽക്കാലം ഒരു കോലം വരച്ചിടുക. എന്നിട്ട് ആ ചെടിക്കുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതും തന്നെ ഈ പച്ചയും കറുപ്പും കൂടിയും ചേർത്ത് കണ്ട് അതങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കൊടുത്തതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തൊക്കെ ഫിനിഷ് ആക്കിയതിൻ്റെ ശേഷം പിന്നെ ചെടീൻ്റെ ആ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് ആ മരത്തിൻ്റെ തണ്ടുകൾ അത് വേണമെങ്കിൽ ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് ചെയ്യാൻ പറ്റും. മരത്തിൻ്റെ ആ തണ്ട് കൊടുക്കുമ്പോൾ, അതായത് മരത്തിനുള്ളൊരു തടി കൊടുക്കുമ്പോൾ മരത്തിൻ്റെ ഒരു ലുക്ക് തോന്നിക്കണ കളറ് ആദ്യം ബ്ലാക്ക് എന്ന് കൊടുത്തിട്ട് അതിലൊരു ഇടക്കൊക്കെ ഒന്നൊരു വെള്ള, ഒരു കുറച്ച് മഞ്ഞ, അതൊക്കെ ആദ്യം ബ്രഷ് ഒന്ന് ആ മഞ്ഞ പെയിൻറ്റിലൊന്ന് എടുത്തിട്ട് പിന്നെ ആ ബ്രഷ് ഒന്നിട്ട് പെയിൻറ്റ് ഇല്ലാത്തോടത്ത് വെച്ചൊന്നിട്ട് വരുത്തിയിട്ട് അതിൽ ഫുള്ളായിട്ടുള്ള ബ്രഷ് ഫുള്ളായിട്ടുള്ള പെയിൻ്റ് ഒന്നാണ്ട് കളയണം. ഒരുപാട് പെയിൻറ്റ് ആ ബ്രഷും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു കുറച്ച് ചെറിയ അളവിലുള്ള പെയിൻറ്റ് മാത്രം ആ ബ്രഷും ഉണ്ടായിക്കാണ്ട് ആ മരത്തിൻ്റെ ഇത് തോന്നിക്കണില്ല, ചെടിയായിട്ട് മരത്തിൻ്റെ തണ്ടായിട്ട് അതിന് അങ്ങനെ കൊടുക്കണം. എന്നിട്ട് പിന്നെ മരത്തിന് ഓരോ ഇലകൾ പൊന്തക്കാടുകളൊക്കെ ഉള്ള ആ ഒരു രംഗം വരും. ഈ കൊമ്പും ചുള്ളിയൊക്കെ വരുന്ന ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതും ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് കറുപ്പും കുറച്ച് പച്ചയിൽ കുറച്ച് കറുപ്പ്, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അത് നല്ല കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മേലെ ഭാഗത്തേക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു കുറച്ച് മഞ്ഞ, അങ്ങനെ മഞ്ഞൻ്റെ കൂടെ പിന്നെ മഞ്ഞ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കുറച്ചും കൂടെ വെള്ള, അങ്ങനെ പല കളറും കൊടുക്കണേന് കുഴപ്പമില്ല. അപ്പോഴാണ് അതിൻ്റേതായൊരു ഭംഗി കിട്ടും ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഏത് സീനറികളിലും മരം വരക്കുകയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന മാതിരി ആദ്യം ആ മരത്തിൻ്റെ ആ തടി ഒന്നിട്ട് വരക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ മരത്തിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എന്തായിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാലും എന്ത് ചെയ്യുക, പച്ച അതിൽ കുറച്ച് ബ്ലാക്ക് ചേർത്ത് കാണേണ്ട ഒന്ന് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് പിന്നെ ആ ബ്രഷ് ഒന്ന് നന്നാക്കി വെള്ളത്തിൽ മുക്കിക്കാണ്ട് ഒരു പാത്രത്തിലാക്കിയത് അതിലിട്ട് കാണാൻ നല്ല ഇളക്കിക്കാണ്ട് ഒരു ശീലെടുത്ത് കാണാൻ നല്ല തുടച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് കഴുകുകയാണെന്ന് വെച്ചാൽ കഴുകാൻ നേരമുണ്ടെങ്കിൽ നന്നായി ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മഞ്ഞ ആ ബ്രഷ് കൊണ്ടൊന്ന് മുക്കണ്ട, ടോപ്പ് നമ്മൾ മൂടിയ പാത്രം എന്തെങ്കിലുമൊക്കെ എടുത്തിക്കണില്ലേ അതിന്മേൽ ഒന്ന് കുത്തുക, ആ ബ്രഷ് ഒന്നിട്ട് കുത്തുക. അത് നമ്മൾ ഈ ഇല ചെടിയൊക്കെ വരക്കണ അതിമക്ക് അതേമാതിരി ഇങ്ങനെ കുത്തി കൊടുക്കുക. അങ്ങനെ അത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ മറ്റേ പെയിൻറ്റ് പോയാൽ പിന്നെ വെള്ള കളർ എടുത്ത് കാണ്ട് പിന്നെ അതേമാതിരി കുത്തി കൊടുക്കുക. അങ്ങനെ ഒരു എന്ത് ചെടീൻ്റെ ഇത് വരക്കുമ്പോഴും അതിൻ്റെ അടിഭാഗം ഏറെക്കുറെ ഒരു ഇരുണ്ട കളറും മേൽഭാഗം ഒക്കെ ഈ നേരത്തെ ഞാൻ ആ മലൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ്. എല്ലാം 2-3 കളറായിട്ടാണ് എല്ലാ മരങ്ങളും. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാലൊക്കെ അങ്ങനെയാണ് തോന്നിക്കുക. ഒരൊറ്റ കളറിൽ മാത്രം തോന്നില്ല, അത് വല്ല ഇരുട്ടത്ത് കൊടുക്കണം, എന്നാലും പിന്നെ ഒറ്റ കളറായിട്ട് മാത്രം തോന്നിക്കുള്ളൂ. പകലെപ്പോൾ ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാലും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ കാണുമ്പോഴും ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ അതൊരു 2-3 ഐറ്റംസ് കളറായിട്ട് തന്നെയാണ് തോന്നുക. അപ്പോൾ അത് ശരിക്കും നോക്കിയാൽ മനസ്സിലായില്ലെങ്കിലും ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെയായാലും അത് 2-3 കളറൊക്കെ ആയിട്ട് വ്യത്യസ്ത കളറുകളായിട്ട് തോന്നിക്കും. അതേ ഈ ഫോട്ടോ എടുക്കണം അതേ ലുക്കിലായിരിക്കണം സീനറി വരക്കുമ്പോഴും വരുന്ന കളറുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇതിൻ്റെയൊക്കെ അടിഭാഗത്തായിട്ട് ഡാർക്കും പിന്നെ അതിൻ്റെ മേലായിട്ട് ഒറിജിനൽ പച്ച ആയിട്ടും അതിൻ്റെ മേലൊക്കെയായിട്ട് മഞ്ഞയും അതിൻ്റെ മേലായിട്ട് വെള്ളയും, അങ്ങനെ 4 കളറാണ് ഈ ചെടിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഏറെക്കുറെ കൊടുത്താൽ ആണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഈ കളർ കൊടുത്തിട്ടുള്ളത് ഈ ചെടീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മോഡലായിട്ട് തോന്നിക്കണ പോലത്തുള്ളതാണ്. അതായത് ഈ മരത്തിൻ്റെ ബാക്കിലായിട്ടുണ്ടാവുന്ന ഇലകളുണ്ടല്ലോ
ആ കോലത്തിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നെ മുന്നിക്കായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഫ്രണ്ട് ഭാഗത്തൊക്കെ കൂടിയിട്ട് കുറച്ചൊരു ലൈറ്റ് കളർ കൊടുക്കും. അതായത് ഒരു മരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ, അപ്പം അതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ കൂടി മരങ്ങൾ കൊമ്പും ഇതൊക്കെ ഉണ്ടാവില്ല, പല ഭാഗത്തേക്കും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് പിന്നെയും ഒന്നും കൂടിയും കൊടുക്കും. അപ്പം അതിൻ്റെ മുന്നായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ മരത്തിന് കളറ് ഒന്നും കൂടി ഫിനിഷാക്കി കൊടുക്കും. അതിൻ്റെ ആ മരത്തിൻ്റെ കളറുകൾ ഒന്നും കൂടി ശരിയാക്കി കൊടുക്കണ രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരമായിട്ട് ഇപ്പോൾ ഈ കൊടുത്തതിന് ഞാൻ ചെറിയ തടിയുള്ളൊരു മരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ തടിയിൽ കൊടുത്തിട്ടില്ല. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തടി വലിയ തടിയായിട്ട് വണ്ണമുള്ള തടിയായിട്ടും കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഒരു ചെറിയ വണ്ണമില്ലാത്തൊരു തടിയായിട്ടാണ് ആ മരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ ചെടിക്ക് കൊടുക്കേണ്ട കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് ആണ് കൂടുതലും ഊന്നി നിൽക്കുക. പിന്നെ സൈഡിൽ നിന്നിട്ട് വെള്ള ഒരല്പം മഞ്ഞൊക്കെ ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഒന്നിങ്ങോട്ട് കൊടുത്ത് ഒരു മരത്തിൻ്റെ ഇതായിട്ട് വരും. അപ്പോൾ ഈ സീനറിയിലുള്ള മരം വല്ലാതെ വ്യക്തമായിട്ട് കാണാത്തൊരു കോലത്തിലാവുമ്പോഴാണ് അതിൻ്റേതായൊരു ലുക്ക് തോന്നിക്കാത്തത്. അതിപ്പോൾ നമ്മൾ മരം ശരിക്കും കാണുന്ന കോലത്തിലിട് വരക്കുകയാണെന്ന് വെച്ചാൽ മരത്തിൻ്റേതായ ഒരു ഇതന്നെ നല്ലപോലെ കളർ കൊടുക്കണം. അതിന് വേണ്ടത് മഞ്ഞയും വെള്ളയും കറുപ്പും ഒരു പൊടിക്ക് ചില ഭാഗത്തുണ്ടാവില്ല, മരത്തിനൊരു ക്ലാവ് പിടിച്ച മാതിരിക്കുള്ള കളറ്, അതിന് ഒരല്പം ചുവപ്പ് അത് കറുപ്പിൽ ലയിപ്പിക്കും വേണം, എന്നിട്ട് കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഈ താഴെയുള്ള ഈ ചെടികൾക്കൊക്കെ അതൊക്കെ അതിൻ്റേതായ മട്ടത്തിൽ കറുപ്പ് ലാസ്റ്റ് അടിക്ക് വരുന്ന ഭാഗത്തേക്കൊക്കെ ഒന്ന് കറുപ്പ് കൊടുത്ത്, പിന്നെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണൊക്കെ ഭാഗങ്ങളിലൊക്കെ അതിനനുസരിച്ച് വെള്ള മഞ്ഞ ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു പൊന്തക്കാടായിട്ട് തോന്നിക്കണ മാതിരി അങ്ങനെ കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ചില ഭാഗത്ത് വേറെ വ്യത്യസ്ത കളറുകളിലുള്ള പൂവ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നിച്ചോട്ടെ നിർത്തിയിട്ട് അത് വയലറ്റ്, ചിലയിടത്ത് വയലറ്റ് കളറ്, ചിലയിടത്ത് ചുവപ്പ് കളറ്, അങ്ങനെയൊക്കെ കൊടുത്ത് അതിൻ്റേതായൊരു ഭംഗിയുടെ വരുത്താണ് ചെയ്യുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു 2 പാറ കഷ്ണം കൂടെ ഒന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു അടിയിലായിട്ടൊരു പാറയും കൂടെ കൊടുക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു പാറക്ക് കൊടുക്കേണ്ട കളറുകൾ അതും അടിയിൽ കറുപ്പ് തന്നെയാണ് കൊടുക്കേണ്ടത്. അടിഭാഗത്ത് പാറയായാലും എന്തായാലും ഈ അടിഭാഗത്ത് കറുപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ എപ്പോഴും അടിഭാഗത്തേക്ക് ഒരു ഇരുണ്ട കോലാണ് ഈ കറുണ്ടാവുക. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ചുവപ്പ് ഈ കറുപ്പിലിങ്ങനെ ലയിപ്പിച്ച് കൊടുന്ന് അതിൻ്റെ മേലേക്ക് കുറച്ച് മഞ്ഞ കൊടുത്ത് അങ്ങനെ കൂടി ഒരു ക്ലാവ് പിടിച്ചൊക്കെ ഒരു മോഡൽ. അതും പാറൻ്റെയും മേൽഭാഗത്ത് വെള്ള ഒരു കുറച്ച് ഒന്നിങ്ങനെ ഒരു ചെറിയ തോതിൽ ഒന്നുകൂടെ കൊടുത്തുകൊണ്ട് വെള്ള കൊടുക്കുമ്പോൾ അടിക്കോട്ട് ആവും ചെയ്യരുത്. കൂടുതൽ അടിഭാഗത്തേക്കൊന്നും വെള്ളൻ്റെ ഒരു ഇത് വരും ചെയ്യരുത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറാവും വേണം. ആ കോലത്തിലാണ് നമ്മളെ സീനറി വരച്ച് പൂർത്തിയാക്കേണ്ടത്. ഏതായാലും നമ്മളെ സീനറി വരയ്ക്കൽ പരിപാടി തൽക്കാലം ഇവിടെ നിർത്തിവെച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. അപ്പൊ നമ്മൾ ചെറിയ സീനിയർ വരയ്ക്കുന്ന രംഗം കാണുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിലപ്പെട്ട സമയം ചെലവഴിച്ച് നമ്മളെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു. എല്ലാവർക്കും വണക്കം.